ആപ്കി അദാലത്തിൽ പ്രൊഡ്യൂസർ ഡയറക്ടർ മഹേഷ് ഭട്ടിനെതിരായിട്ട് ഒരു ഗാങ്സ്റ്റർ കുറ്റം ആരോപിച്ചിരിക്കുകയാണ്. ഇദ്ദേഹം അണ്ടർവേൾഡ് സുഹൃത്തുക്കൾക്ക് സഹായം ചെയ്യുന്നു എന്ന്. ഭട്ട് സാർ, താങ്കളോട് മാജിക് മേനോനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം കേസുകൾ നടത്തുന്ന ഒരു വക്കീലാണെന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ പല സമയങ്ങളിലും ആരെയെങ്കിലും അണ്ടർവേൾഡിനൊപ്പം ചേർത്ത് സംസാരിക്കുമ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആദ്യം പോയി നിൽക്കുന്നത് താങ്കളാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഭരത് ഷാ, അദ്ദേഹത്തെക്കുറിച്ച് പോലീസിന് അണ്ടർവേൾഡിനൊപ്പം സംസാരിക്കുന്ന 20 ടേപ്പുകളാണ് ലഭിച്ചത്. പക്ഷേ ഭരത് ഷാ പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോഴും കോർട്ടിലേക്ക് പോയപ്പോഴും അദ്ദേഹത്തിനൊപ്പം നിന്ന ഒരേയൊരു വ്യക്തി അത് മഹേഷ് ഭട്ടാണ്. ഭരത് ഷായുടെ അടുത്ത് ഞാൻ ചോദിച്ചിരുന്നു, നിങ്ങളുടെ മേൽ ആരോപിക്കപ്പെട്ട ഈ കുറ്റം ശരിക്കുമുള്ളതാണോ എന്ന്. അദ്ദേഹം എൻ്റെ കയ്യിൽ പിടിച്ച് എൻ്റെ കണ്ണിൽ നോക്കി പറഞ്ഞു, ഞാൻ സത്യസന്ധനാണ്. ഒരു മനുഷ്യൻ നിർഭയത്തോടെ മറ്റൊരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ നമ്മളിൽ ഒരു വികാരമുണ്ടാകും. മനസ്സിനുള്ളിലേക്ക് ഒരു ഗന്ധം പരക്കും. അതങ്ങനെയാണ്. അവരുടെ ശബ്ദത്തിൽ വ്യത്യാസം മനസ്സിലാകും. അത് വ്യക്തമായിരുന്നു. എനിക്കത് നന്നായി മനസ്സിലായി. അദ്ദേഹത്തെ സിനിമ ഇൻഡസ്ട്രി മുഴുവൻ ഒതുക്കിക്കളഞ്ഞു. ഒരുപാട് കലാകാരന്മാരെ സൃഷ്ടിച്ച ഒരു മനുഷ്യനാണ് ഭരത് ഷാ. യശ് ചോപ്ര ഇത്രയധികം ഉയരത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഭരത് ഷായാണ്. അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. മറ്റുള്ളവർ വിഷമിക്കുന്ന സമയത്ത് ഇദ്ദേഹമായിരുന്നു തുണയായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് മേലുണ്ടായിരുന്ന ആരോപണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഏതോ അണ്ടർവേൾഡ് ആളുമായിട്ട് 1.2 മിനിറ്റ്സ് അത്ര സംസാരിച്ചിട്ടുള്ളൂ. അതായത് കോർട്ട് വിചാരണയും അതിന്റെ പ്രോസസ്സ് ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആ മനുഷ്യനെ മീഡിയയ്ക്ക് മുമ്പായിട്ട് അവമാനിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിനുശേഷം ആ മനുഷ്യനെ മുഴുവൻ സിനിമ ഇൻഡസ്ട്രി നോക്കാൻ തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അദ്ദേഹത്തെ ഏതോ വലിയ കുറ്റവാളിയായിട്ടായിരുന്നു. ഫിലിം ഇൻഡസ്ട്രി മുഴുവനും മൗനമായി. അദ്ദേഹം ഏതോ വലിയൊരു കുറ്റവാളിയുടെ അവസ്ഥയിലേക്ക് മാറിപ്പോയി. അദ്ദേഹം സംസാരിക്കാതെയായി. അദ്ദേഹത്തിന്റെ ആ മൗനം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്? ഒരുപക്ഷേ അദ്ദേഹം മറ്റുള്ളവരുടെ വിഷമത്തിൽ അവരെ സഹായിക്കാൻ പോയി. അതുകൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിന് ആരെങ്കിലും പ്രൊട്ടക്ഷനായിട്ട് വന്നിരുന്നെങ്കിൽ, അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നെങ്കിൽ, അതുപോലെ തന്നെ എനിക്കും അദ്ദേഹവുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ല, ഒരു ബിസിനസ് റിലേഷൻഷിപ്പും ഇല്ല. ഞാൻ ആരെയെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ജീവിക്കാനുള്ളത് ഞാൻ എൻ്റെ തൊഴിലിൽ നിന്ന് സമ്പാദിക്കും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം എനിക്ക് ജീവിക്കാനുള്ളത് ഞാൻ എൻ്റെ സിനിമ ജീവിതത്തിൽ നിന്നും അധ്വാനിച്ച് സമ്പാദിച്ചതാണ്. എനിക്കത് മാത്രം മതി, വേറൊന്നും വേണ്ട. പക്ഷേ ഭട്ട് സാർ, ഇത് സത്യമല്ലേ? ചോട്ടാ ഷക്കീലിനെ പോലുള്ള വ്യക്തികൾ ദാവൂദ് ഇബ്രാഹിമിന്റെ റൈറ്റ് ഹാൻഡ് മീഡിയയ്ക്ക് നേരിട്ട് ഇന്റർവ്യൂ നൽകി ഞങ്ങൾക്ക് ഭരത് ഷായോടൊപ്പം കണക്ഷനുണ്ട്, ഞങ്ങളാണ് ഫിനാൻസ് ചെയ്യുന്നതെന്ന് പറയുന്നു. കള്ളത്തരം കാണിച്ച് മറച്ച് അണ്ടർവേൾഡ് ഫിനാൻസ് ചെയ്യുന്ന കാര്യം ഇപ്പോൾ സിനിമയിൽ പുറത്തു വന്നിരിക്കുകയാണ്. സാർ, ഞാൻ 1970-കൾ മുതൽ ഭരത് ഷായ്ക്ക് മുമ്പ്, വളരെ മുമ്പ്, അതായത് അറസ്റ്റ് ചെയ്തതിന് മുമ്പ് എത്ര പ്രധാനമന്ത്രിമാരുടെ വാതിൽക്കൽ മുട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ ഐ.കെ. ഗുജ്റാൾ സാറിനോട് ചോദിച്ചു നോക്കൂ. നിങ്ങൾ പോയി മിസ്റ്റർ ദേവഗൌഡയോട് ചോദിച്ചു നോക്കൂ. നിങ്ങൾ പോയി അടൽ ബിഹാരി വാജ്പേയിയോട് ചോദിച്ചു നോക്കൂ. അതുമല്ല എങ്കിൽ നിങ്ങൾ പോയി അധികാരികളോട് ചോദിച്ചു നോക്കൂ. ഞാൻ പോയി അവിടെ മുംബൈയിലെ അധോലോക ഭീഷണി വർദ്ധിച്ചു വരുന്നുണ്ട്, പ്രശ്നമാകുന്നു എന്ന് ഞാൻ അവരോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ദയവ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാനും ഞാൻ പറഞ്ഞു. അവരത് ഈ ചെവി കൂടി കേട്ട് മറു ചെവി കൂടി വിടുകയായിരുന്നു ചെയ്തത്. എനിക്കൊരു പക്ഷേ അവരുമായി കണക്ഷൻ ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ ഈ ഷാറുഖ് ഖാൻ്റെ അടുത്തും സൽമാൻ ഖാൻ്റെ അടുത്തും പോയി ചോദിക്കുമായിരുന്നോ? നിങ്ങൾ വാ, നമുക്ക് പ്രൈം മിനിസ്റ്റർ അടുത്ത് പോയി പറയാം, ഇവിടെ ഭയങ്കര ടെററൊക്കെ നടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. ഒരു സ്റ്റേറ്റിൽ പോലീസിന്റെ പ്രവർത്തനത്തെപ്പറ്റി ജനങ്ങൾക്ക് സംശയമുണ്ടാകാം. അതായത് നമ്മുടെ സ്റ്റേറ്റിന്റെ പ്രധാന ഭരണാധികാരിയുടെ മേൽ സംശയം ഉണ്ടാകാം. പക്ഷേ സെൻട്രലില് ന്യൂട്രലായ ഒരു മനുഷ്യനിരിപ്പുണ്ട്. അദ്ദേഹം വാ, നമ്മുടെ പ്രൈം മിനിസ്റ്റർ അടുത്ത് പോയി കാര്യം പറയാമെന്ന് പറഞ്ഞു. ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യണം? എന്തിനാ ചെയ്യാൻ പോയത്? കാരണം ഞാൻ ഈ അധോലോക ശക്തികളുമായിട്ട് ഇതുപോലുള്ള ഡാർക്ക് ടീമുമായിട്ടൊന്നും ഉള്ള കണക്ഷൻ ഉണ്ടായിട്ടുള്ള ആളാണ്. സാർ, താങ്കൾക്ക് കണക്ഷൻ ഇല്ലായിരിക്കാം, പക്ഷേ താങ്കളുടെ കൂടെ ഇരിക്കുന്ന വ്യക്തികൾ, നദീം ഒരു എക്സാമ്പിളാണ്. അദ്ദേഹത്തിനെതിരായിട്ട് മർഡർ കേസുണ്ട്. അദ്ദേഹം വിദേശത്തേക്ക് എസ്കേപ്പ് ആയിരിക്കുകയാണ്. പിന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തി സഞ്ജയ് ദത്ത്, ഫിലിം സ്റ്റാർ, തട കേസ് നടക്കുകയാണ്. അദ്ദേഹവും താങ്കൾക്ക് വളരെ ക്ലോസ് ആണ്. ഞാൻ ഒരിക്കൽ പോലും സഞ്ജയ് ദത്തിനെ വിചാരണ ചെയ്യണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ പറയാനായിട്ട് ഞാൻ ആരാണ്? എനിക്ക് അദ്ദേഹത്തിന് അടുപ്പമുണ്ട്, സ്നേഹമുണ്ട്. പക്ഷെ നാളെ കോർട്ടിൽ വിചാരണ കഴിഞ്ഞതിന് ശേഷം, എല്ലാ പ്രോസസ്സും കഴിഞ്ഞതിന് ശേഷം ദൈവത്തിന് പോലും രക്ഷിക്കാതെ അദ്ദേഹം ഗിൽറ്റിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിയുടെ കാര്യം എന്താ? ഒരിടത്തിരുന്ന് കരയാനേ പറ്റുള്ളൂ. പക്ഷേ കോർട്ട് അദ്ദേഹത്തിന്റെ വിചാരണ പൂർത്തിയാക്കുന്നതിന് മുൻപ് ഒരു കുറ്റം ആരോപിച്ചതിന്റെ പേരിൽ മാത്രം ഒരാളെ കുറ്റവാളി എന്ന് പറയാൻ പറ്റില്ല. അതുമാത്രമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു പൗരന്റെ റൂൾസ് എന്താണ് അത് മാത്രമാണ് പറഞ്ഞത്. അതിനെപ്പറ്റിയാണ് ചോദിച്ചത്.
ഞാൻ ഈ പോലീസ് പറയുന്നതൊന്നും വേദവാക്യമായി എടുക്കുന്ന ആളല്ല. അതുപോലെ മീഡിയസ് പറയുന്നതൊന്നും സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആളുമല്ല. നമ്മുടെ രാജ്യത്തിൽ ഒരു സിസ്റ്റം എന്നുള്ളത് ഒന്നുണ്ട്. അപ്പക്സ് കോർട്ടിൽ ഒരു വിചാരണ പൂർത്തിയാകുന്നതിന് മുമ്പ് ഒരാളെ നിങ്ങൾക്ക് ക്രിമിനലാണെന്ന് പറയാനുള്ള അധികാരമില്ല. ബട്ട് സർ, ധാരാളം കാര്യങ്ങൾ കോടതിയിൽ തെളിയിക്കപ്പെടാതെ പോകാം. പക്ഷെ ചിലരെക്കുറിച്ച് ചില ഇമേജുകൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള ഇമേജുകൾ ഉണ്ടാകുന്നത് സാധാരണമാണ്. ആ ഇമേജ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ മുസ്ലിമും തീവ്രവാദിയാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഒരു മുസ്ലിം ഫോബിയ എന്ന് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതൊരു പെർസെപ്ഷൻ മാത്രമാണ്. അതുകൊണ്ടാണ് പകൽ സമയത്ത് നല്ല മനസ്സുള്ള മുസ്ലിങ്ങളെയൊക്കെ നിർത്തി ടെററിസ്റ്റ് ആണെന്നും പറഞ്ഞ് അവർ വെടിവെച്ച് കൊല്ലുന്നത്. ആ പെർസെപ്ഷൻ മാറ്റണമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മളാണ് മാറ്റേണ്ടത്. ഒരുപക്ഷെ താങ്കളുടെ പെർസെപ്ഷൻ തെറ്റായിരിക്കാം അല്ലേ? ഒരു പക്ഷേ എന്റെ പെർസെപ്ഷൻ തെറ്റായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ കോർട്ടിൽ പോയത്. മറ്റൊരു കാര്യം കൂടി താങ്കളെ ഓർമ്മപ്പെടുത്താം. ഇത് പഴയ ഓഗസ്റ്റ് 31, 1997 വന്നൊരു ന്യൂസാണ്. വളരെ പഴയതാണ്. പേപ്പറിന്റെ നിറം തന്നെ മഞ്ഞ കളറായി. ഇതിൽ താങ്കളുടെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഇതിൽ താങ്കൾ എഴുതിയിരിക്കുന്നത് ഗുൽഷൻ കുമാറിനെ താങ്കൾ പ്രശംസിച്ചിരിക്കുകയാണ്. താങ്കൾ പറഞ്ഞിരിക്കുന്നു ഗുൽഷൻ കുമാർ ഒരു സെൽഫ് മെയ്ഡ് മനുഷ്യനാണ്, അദ്ദേഹത്തിന് അണ്ടർവേൾഡിന് യാതൊരു ബന്ധവുമില്ല. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ഗുൽഷൻ കുമാറിന്റെ കൊലപാതകത്തിന്റെ കാരണം തന്നെ അണ്ടർവേൾഡ് കണക്ഷനാണ്. ശരി, ഗുൽഷൻ കുമാറിനും അണ്ടർവേൾഡും തമ്മിൽ യാതൊരു കണക്ഷനില്ല. അതായത് മുംബൈയിൽ നടന്ന ആ ട്രാജഡി എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഞങ്ങൾ വല്ലാതെ വിഷമിപ്പിച്ചതാണ്. കാരണം മരിച്ചത് എൻ്റെ ഒരു സഹോദരൻ കൂടിയാണ്. ഏറ്റവും ആരോപിക്കപ്പെട്ടവരും എൻ്റെ സഹോദരനാണ്. ഒരാള് ഗുൽഷൻ കുമാർ, ഞങ്ങളുമായി വളരെ അടുപ്പമുള്ള ആള്. അദ്ദേഹവും അണ്ടർവേൾഡ് തമ്മിൽ യാതൊരുവിധ കണക്ഷൻ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് മേലുണ്ടായിരുന്ന കുറ്റാരോപണം ശരിക്കും സ്റ്റേറ്റ് ലെവൽ മാത്രമായിരുന്നു, സിസ്റ്റവുമായി ബന്ധപ്പെട്ടത്. അതായത് സെയിൽസ് ടാക്സ്, പൈറസി, അങ്ങനെ. പക്ഷേ ഗുൽഷൻ കുമാറിന് അണ്ടർവേൾഡുമായിട്ട് യാതൊരുവിധ കണക്ഷൻ ഉണ്ടെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പോലും പറയില്ല ഗുൽഷൻ കുമാറിന് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെന്ന്. അദ്ദേഹം എന്തുകൊണ്ടാണ് കൊല്ലപ്പെട്ടത് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അബു സലീമിന് കാശ് കൊടുക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിനോടുള്ള പക കൂടി അദ്ദേഹത്തെ കൊന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണ് കൊല്ലപ്പെട്ടത്. പിന്നെ ആ കൊലപാതകം എടുത്തു കാട്ടി അവര് മുംബൈ ഫിലിം ഇൻഡസ്ട്രിയെ മൊത്തം ഭീഷണിപ്പെടുത്തി. പട്ടാപ്പകൽ ഗുൽഷൻ കുമാറിനെ കൊല്ലാമെങ്കിൽ നിങ്ങളെയൊക്കെ പിന്നെ എന്തുകൊണ്ടായിക്കൂടാ? നിങ്ങളെ കൊല്ലാനുള്ള ഞങ്ങളുടെ ശക്തി പോലീസ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനേക്കാളും 10,000 ഇരട്ടി കൂടുതലാണ്. അതാണ് അവർ പറഞ്ഞത്. ബട്ട് സാർ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. താങ്കൾക്കെതിരായിട്ട് വെടിവയ്പ് നടത്തി ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവരെ എല്ലാം പേടിപ്പെടുത്തിയിരിക്കുകയാണ്. ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവർക്ക് ഒരു മെസ്സേജ് നൽകുകയാണ്, നിങ്ങൾ പേടിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ വെടിവെക്കുമെന്ന്. ശരിയല്ലേ? ചേട്ടാ, നേരത്തെ തന്നെ പേടിച്ച ആൾക്കാരെ വീണ്ടും പേടിപ്പിച്ചിട്ട് എന്താ കാര്യം? അവൾ ഓൾറെഡി ഭയന്നിരിക്കുകയാണ്. വീണ്ടും ഭയപ്പെടുത്തി എന്താ സംഭവിക്കുക? ആകെ നിറഞ്ഞവന് കൂടുതലെന്നല്ലേ പറയുക. പേടിക്കേണ്ട കാര്യമില്ല. സാർ, ഇതിന്റെ സാക്ഷികളായിട്ട് ഞങ്ങളുടെ അടുത്ത് പല തെളിവുകളും ഉണ്ട്. ഗോവിന്ദയാണെങ്കിലും സൽമാൻ ഖാൻ ആണെങ്കിലും. ഇത് അതായത് നിങ്ങളുടെ ഷോയില് ഗോവിന്ദയുമായി ബന്ധപ്പെട്ട ഒരു എവിഡൻസ് കാണിച്ചപ്പോ അത് ഞാൻ തെറ്റെന്ന് സമ്മതിച്ചു. ആരെങ്കിലും വന്ന് എന്റെ സഹോദരന് ഗാങ്സ്റ്ററുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ വെറും സംശയത്തിന്റെ പേരിൽ ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കില്ല. പക്ഷെ നിങ്ങൾ എന്റെ മുൻപാകെ അത് തർക്കരഹിതമായി കാണിക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കാതിരിക്കാൻ മാത്രം ഞാൻ അത്ര അന്ധനൊന്നുമല്ല. ഞാൻ നിങ്ങളുടെ ഷോയില് നിങ്ങൾ കാണിച്ച ഗോവിന്ദയുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ അംഗീകരിച്ചതാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞു അദ്ദേഹം ആ പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണോ അതെനിക്കറിയില്ല. ഒരുപാട് ആൾക്കാരൊക്കെ വിളിച്ചതാണ്, അവരാരും പോയില്ല. നിങ്ങൾ മാത്രം എന്തിനാണ് പോയെന്നൊരു ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ടായി. പക്ഷെ അവിടെയും കുറ്റവാളിയുമായി ബന്ധമുണ്ടെന്ന് പറയാൻ പറ്റില്ല. താങ്കൾ പറയുന്നത് ഞാൻ സർക്കാരിനോട്, പ്രധാനമന്ത്രിയോട്, മുഖ്യമന്ത്രിമാരോട് വീണ്ടും വീണ്ടും പറഞ്ഞിരുന്നു മുംബൈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇങ്ങനൊരു കാര്യമുണ്ട്, അതിന് എന്തെങ്കിലും ചെയ്യണമെന്ന്. അത് കേട്ടിട്ടും അവർ അങ്ങനെ വെറുതെ വിട്ടു. അതായത് ഭരത് ഷാ അറസ്റ്റിലാകുമ്പോൾ ഞാൻ LK അദ്വാനി സാറിനെ പോയി കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഭരത് ഷായ്ക്കെതിരായി നിങ്ങൾ എന്ത് നടപടി വേണമെങ്കിലും എടുത്തോളൂ, അതിനുശേഷം ഒരു വൈറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്യൂ, എന്നാലേ ഞങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാകുകയുള്ളൂ ഞങ്ങൾ ആരുടെ കൂടെ ഇരിക്കണം, ആരുടെ കൂടെ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ. ഞങ്ങളുടെ അടുത്ത് ഹാഫ് ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ അടുത്ത് ഫുൾ ഇൻഫർമേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം എൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പിന്നിൽ വല്ലഭായ് പട്ടേലിലേക്ക് ഫോട്ടോ ഇരിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞു, എനിക്കെങ്ങനെയാണ് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ കഴിയുക? നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേറ്റിൽ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരൊക്കെയുണ്ട്. അവരുടെ കയ്യിൽ എല്ലാ കാര്യങ്ങൾക്കും തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവരുമായി അത് കണക്റ്റഡ് ആണ്. അത് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ കുട്ടികൾക്ക് വിഷം കൊടുത്തിട്ട് എന്നെ ഞരമ്പ് കട്ടിയത് ഞാൻ മരിക്കണോ? അല്ലാതെ അധികാരികളെ വിശ്വസിച്ച് വേറെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചില കൈപ്പുള്ള സത്യങ്ങൾ അംഗീകരിച്ചേ പറ്റൂ എന്ന്. ആ സത്യം നിങ്ങൾ ഫേസ് ചെയ്തേ പറ്റൂ എന്ന്. ഒരു പക്ഷേ ഈ കേസ് സെൻട്രലിലേക്ക് വന്നാൽ ഭരത് ഷായുടെ കേസ് ഞങ്ങൾ CBIക്ക് ആക്ടിവേറ്റ് ചെയ്ത് അന്വേഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ ഓരോ സ്റ്റേജിലും ഓരോ ഫേസിലും ചെന്നിട്ട് ഓരോ പ്രൈം മിനിസ്റ്റർ അടുത്തും, അപ്പോൾ വേറെ വേറെ പൊളിറ്റിക്കൽ പാർട്ടി ആയിരുന്നു, എല്ലാവരുടെ അടുത്തും പോയി ഞാൻ കാര്യം പറഞ്ഞു.
ടെറർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അണ്ടർവേൾഡ് നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്നു. അവരുടെ പിടി വളരെയധികം മുറുകിയിരിക്കുന്നു. പിന്നെ നാളെ ആരാണ് ശത്രു മിത്രം എന്നൊക്കെ നിങ്ങൾ അന്വേഷിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണ് സംഭവിച്ചത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണത്. പോലീസിന്റെ കൂടെ ആരാണ് അണ്ടർവേൾഡുമായി കണക്ട് ആയിരിക്കുന്നത് അതുപോലും ഇപ്പോൾ മനസ്സിലാവുന്നില്ല. ഒരാൾ വന്ന് പറയുന്നു ഈ പോലീസ് ഓഫീസർക്ക് അണ്ടർവേൾഡുമായി കണക്ഷൻ ഉണ്ട്, മറ്റൊരാൾ വേറൊന്ന് പറയുന്നു. നിങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയെ കുറിച്ചാണ് പറയുന്നത്, പക്ഷേ നിയമവ്യവസ്ഥയോ അതിനെ പോലും ഇത് നന്നായി ബാധിച്ചിരിക്കുകയാണ്. ഏത് ഇഞ്ചക്ഷൻ കൊണ്ടാണോ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് തരുന്നത് അത് തന്നെ ഇപ്പോൾ കണ്ടാമിനേറ്റഡ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അതിൽ തന്നെ വിഷമുണ്ട്. പിന്നെ എങ്ങനെ ചികിത്സ നടക്കും? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇഞ്ചക്ഷനാണ് ശരിയാക്കേണ്ടത്. അത് ശരിയാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് സമൂഹത്തിനെ ശരിയാക്കാൻ കഴിയൂ. ബട്ട് സാർ, താങ്കൾ ഇപ്പോൾ പോയിട്ടിരിക്കുന്ന പാതയെക്കുറിച്ചുള്ള ചില കുറ്റാരോപണങ്ങൾ എന്റെ പക്കലുണ്ട്.